Come on. അമ്മച്ചി. സഫാരി വേൾഡ് തായ്ലാൻഡിൽ വന്നിട്ട് നമ്മൾ വേണ്ട ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ സഫാരി വേൾഡിലാണ് അനക്കല്ലേ ഊറാങ്കൂട്ടൻ ഷോ, ഡോൾഫിൻ ഷോ, ലയൺ ഷോ, ബേർഡ് ഷോ, ഇതെല്ലാം ഓരോ സമയത്താണ് ഷോ ചെയ്തിരിക്കുന്നത്. അപ്പം 10:15 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഏത് ഷോയാണ് കാണാൻ പോകുന്നത്? ഊറാങ്കൂട്ടൻ ഷോയാന്ന് തോന്നുന്നു കേട്ടോ. ഊറാങ്കൂട്ടനെ നമുക്ക് തലയിലൊക്കെ ഇട്ടാം കേട്ടോ. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെ സഫാരി വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുക. കുറേയേറെ കാഴ്ചകളുണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടി തന്നെ. അപ്പം എല്ലാം ഒരു പാർട്ടായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഒരുപാട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു വാട്ടർ സ്പ്ലാഷ് പോലെ ഒരു എൻട്രിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ സഫാരി വേൾഡിൻ്റെ മുമ്പിൽ വേണ്ട ഇങ്ങനെ ഒരു വാട്ടർ സ്പ്ലാഷ് പോലെ ഒരു സംഭവം കാണാം കേട്ടോ. മഴവില്ല് കണ്ടോ ഗൈസ് നിങ്ങൾ? അങ്ങനെ നമ്മൾ സഫാരി വേൾഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ മീനാണ്. അയ്യോ, മീനല്ല സീലോ? അതെ, മീന്. ഓ മൈ ഗോഡ്. അവിടെ ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് കൊടുത്താൽ കിട്ടും. ഓ ഗോഡ്, ഇപ്പം പൊന്തി വരും നിങ്ങൾ. 1 ലോഡ് ഉണ്ടാവും. ഒരു രക്ഷയില്ല കേട്ടോ സഫാരി വേൾഡ്. എന്തൊക്കെ കാണണം. മീന്, കൊക്ക്, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ മണ്ടയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഫോട്ടോ എടുക്കാം. ഇപ്പൊ ഞങ്ങള് ജ്യൂസ് കുടിക്കുകയാണേ. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാം, തൊട്ടടുത്ത് കാണാം എന്നുള്ളതാണ്. ഡേഞ്ചറായിട്ട് നമുക്ക് ടൈഗറിനെ കാണാം. ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ കടുവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ജസ്റ്റ് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടുത്ത് കുറച്ചും കൂടി നല്ലപോലെ അടുത്ത് പോയിട്ട് കാണാം. അപ്പം ഇതൊക്കെ കാണുന്നത് കുറേ കുട്ടികൾ, സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഊറാങ്കൂട്ടൻ ഷോ കാണാൻ വേണ്ടിയാണ് കേട്ടോ.
วัวใส่แว่นด้วยหล่อจริงๆนี่ยิ้มออกนะครับเอาอย่างนี้ยิ้มหวานๆหน่อยนะ Hey you smile แหมยิ้มซะฝันดำเลยทีเดียวครั้งนะGo Fighters 2มาครับสมายเดี๋ยวแตกดิดโอเคอารอนบอลไปบอลอารอนบอลไปบอลมาครับഅങ്ങനെ അത് നമ്മൾ സഫാരി വേൾഡിൽ വന്നിട്ട് കുറേയേറെ പരിപാടികൾ കണ്ടില്ലേ. ആദ്യം നമ്മൾ ഊറാങ്കൂട്ടിൻ്റെ പരിപാടി കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു ഫിലിം പോലൊരു സംഭവമാണ് കേട്ടോ. ഒരു തീം ഉണ്ടാവും. അപ്പം അതിൽ ഒരു ഒറിജിനലായിട്ട് അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ആയിരിക്കും അവരുടെ എന്താ പറയുക അഭിനയിക്കുന്ന ഓരോ സംഭവങ്ങളാണ് കേട്ടോ. അവർ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓരോ സംഭവങ്ങൾ കാണിക്കുന്നു. ശരിക്കും വെള്ളത്തിൽ വീഴുന്നു. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ശരിക്കും ഫയറൊക്കെ വരുന്നതൊന്ന് കണ്ടു നോക്കേ. I told you not to give him water now. I have water now. I have. Hey, I have water now. I have water. Why is the arrow to him? Don't let them. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ടുണ്ട് നമുക്ക് പേടി വരുന്നുണ്ട്. ഒറിജിനലായിട്ട് വെടിയും പോക്കയും തീയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഡെയിലി ഇത് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇത്. നമുക്ക് ഒറിജിനൽ ഫീലിംഗ് നമുക്ക് നല്ലപോലെ കിട്ടുന്നു. ശരിക്കും അവിടെ തീ കടിക്കുമ്പോൾ ചൂട് നമ്മുടെ മുഖത്തോട്ട് നന്നായിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് അഭിനയിച്ചിട്ടുണ്ട്, അതിനെ പുറകിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പറായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു ഈ ഒരു സഫാരി വേൾഡിൽ വന്നിട്ട് ഈ സോൾ അസ് എന്ന് പറയുന്ന പ്രോഗ്രാം കേട്ടോ. തെറിപ്പിക്കും അത് തൂക്കുപോലെ. എല്ലാ കിളികളുടെയും മുട്ട അവിടെ തന്നെ വിരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അവർ അതിൻ്റെ സിസ്റ്റത്തിൽ ചെയ്തിട്ട് എന്താ പറയുക അതിനുള്ള കിറ്റ് കൊടുക്കുന്നത് എല്ലാ സംഭവങ്ങളും കൊടുത്ത് കിളികളൊക്കെ അതിൻ്റെ കൂട്ടിൽ ഇട്ടേക്കാണ്. കള്ള ഇടക്ക് പ്രാവും പ്രാവിൻ്റെ കുഞ്ഞും അത് പ്രാവ് മോളെ തത്തമ്മേ തത്തമ്മേ കിടക്കുവാണ്. അവൻ്റെ പതുങ്ങൽ കണ്ടോ?
അവൻ ചാടാൻ വേണ്ടി കേട്ടോ. നോട്ടം കണ്ടോ എന്റെ പൊന്ന് പെണ്ണേ. അമ്മച്ചി അത് വീഡിയോ എടുക്കായിരുന്നു. പിടിക്കാമോ പിടിക്കും. അവര് കണ്ടാണ്ടല്ലോ. പിടിക്കാമോ കൈയും കൊണ്ട് പോകുമേ, തൊടല്ലേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഒരു ചാട്ടം. ചീറ്റയല്ലേ ഇത്? അങ്ങോട്ട് മാറി നിങ്ങളെ ഒന്നും പ്രകോപിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇടി മാറാന്. മോളി കാണിക്കാൻ ചാടുവാൻ. പിന്നെ അത് മോളി കണ്ണാടിയില്ല, നീ അത് ഒരു ഇല പറിച്ചിട്ട് മോളി കാണിക്കുക. മുകളിലോട്ട് ചാടും. മുകളിൽ കൂടെ അകത്തോട്ട് കാണിക്കുക. ഒരു സെക്കൻഡില് പിടിക്കുവേ. അതിന്റെ പേരിൽ നഖം അകത്ത് പുറത്തോട്ട് വരും കേട്ടോ ലിൻഡു. നീ മോളി കാണിക്കിട്ട് ചാടുകൂടി വിവരദോഷി. വേണ്ട മതി, പോരെ. ഇല നീ മോളി കാണിക്കുക. അതിന്ന് കൈയും കൊണ്ട് പോവും. നീ മാറി. ഇവര് ഇതിലൊക്കെ കാണും കേട്ടോ. ഫൈൻ അടപ്പിക്കുവേ. അത് വരും കേട്ടോ. ഇതുപോലെ രസകരമായ മനോഹരമായ അടിപൊളി കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്നതാണ്. സഫാരി വേൾഡിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് വീഡിയോസ് കാണാം. എഡിറ്റ് ചെയ്യാൻ കുറേയേറെ താമസമുള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാം ലേറ്റ് ആവുന്നത്. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.